നമ്മുടെ ശരീരത്തിനാവശ്യമായ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയ പയർ മുളപ്പിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായി നമ്മൾ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 1 മണിക്കൂറോളം നമുക്കൊന്ന് കുതിർക്കാൻ വെക്കാം. പിന്നെ നമുക്ക് നല്ല ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. ഈ തുണി നമുക്ക് നന്നായിട്ട് വിരിച്ചൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. 1 മണിക്കൂറോളം വെള്ളത്തിൽ കിടന്ന് കുതിർന്നു വന്ന നമ്മുടെ ചെറുപയർ നമുക്ക് വാരിയെടുത്ത് തുണിയിലേക്ക് മാറ്റാം. തുണിയിലേക്ക് മാറ്റിയ നമ്മുടെ കുതിർന്നു വന്ന ചെറുപയർ വെള്ളമെല്ലാം തോർന്നതിന് ശേഷം ആ തുണിയിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിക്കെട്ടി വെക്കാം. തുണി കൊണ്ട് നമ്മൾ നന്നായിട്ട് ഇത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. രാത്രി മുഴുവൻ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. രാവിലെ ഇത് നമുക്കൊന്ന് എടുത്തു നോക്കണം. തുണി കൊണ്ട് നന്നായിട്ട് നമ്മൾ പൊതിഞ്ഞ് ഇതൊരു പാത്രത്തിനകത്ത് ഇറക്കി വെച്ചു. ഒരു രാത്രി മുഴുവനായും ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. രാവിലെ ആയപ്പോഴത്തേക്കും ഇതിലേക്ക് വന്ന മാറ്റം നമുക്ക് നോക്കാം. അങ്ങനെ രാവിലെ നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റു. ഈ പയർമണിയിൽ വന്ന മാറ്റം എന്താണെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. അങ്ങനെ നമ്മളതെടുത്തു തുറന്നു നോക്കി. എല്ലാ പയർ വിത്തുകളും നന്നായിട്ട് മുളച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ഏറെ പോഷക ഗുണമുള്ള നമ്മുടെ ചെറുപയർ അതിൻ്റെ ഇരട്ടി ഗുണങ്ങളോടെ ഇതാ നമുക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് വിവിധതരം വിഭവങ്ങളാക്കി കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് പയർ പുഴുങ്ങിയതായും തോരൻ, ഉപ്പേരി ഇവയൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിനാവശ്യമായ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസുകൾ ഈ ചെറുപയർ മുളപ്പിച്ചതിൽ അടങ്ങിയിരിക്കുന്നു. ഏതു തരം പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ചാലും നമുക്ക് ഇതേപോലെയുള്ള ബെനിഫിറ്റ് കിട്ടുന്നതാണ്. നമ്മൾ ഈ ചെറുപയർ മുളപ്പിച്ചത് വെച്ച് ഇന്നൊരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്ന് വേവിച്ച് നമുക്ക് എടുക്കണം. ഒന്ന് വെന്ത് വരാനായി നമ്മളെ ലേശം വെള്ളവും ഉപ്പും ചേർത്ത് ഒരു കുക്കറിൽ 1 വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തു. കുക്കറിൽ ഇടേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഒരു ആവിയിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മളെ കുറച്ച് മാത്രം വെള്ളവും ലേശം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. ഒരു പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുത്തു. കടുകും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളിതിലേക്ക് ലേശം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. പൊടിയൊന്ന് ചൂടായി വന്നപ്പം അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത പയർ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതെടുക്കാം. നമ്മുടെ പോഷകപ്രദമായ പയർ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു നേരത്തെ ഫുഡായി നമുക്ക് ഇത് തന്നെയും കഴിക്കാവുന്നതാണ്. ഇന്ന് നമ്മളുണ്ടാക്കിയ പയറിൻ്റെ ഉപ്പേരി നമ്മൾ ചോറിൻ്റെ കൂടാണ് എടുത്തത്.